ഫിഷ് ബൗള് അവക്ക് അത്രയ്ക്ക് സെന്റിമെന്റൽ ആണ് പോലും. അപ്പോ ഇത് വീണുടഞ്ഞാൽ എങ്ങനെയിരിക്കും? ശ്വാസം കിട്ടാതെ മീനിന്റെ പ്രാണൻ കിടന്ന് പിടയ്ക്കും. അത് കാണുമ്പോ പ്രിയങ്കയുടെ മനസ്സും പിടയ്ക്കും. ഇവിടെ വന്നു കയറിയത് തന്നെ ആകെ അപശകുനായല്ലോ എന്നോർത്ത് അഖിലാണ്ടേശ്വരിയുടെ ഉള്ളും കിടങ്ങും. നല്ല സൂപ്പർ സീനായിരിക്കും, ഭാവാഭിനയത്തിന്റെ നിറമുള്ള സീൻ. പക്ഷേ ഞാനായിട്ട് ഇതെങ്ങനെ തള്ളിയിട്ട് പൊട്ടിക്കും? അതാണിപ്പോ പ്രശ്നം. പൊട്ടിക്കാൻ ആളെത്തിയല്ലോ, പിന്നെ എന്തു വേണം? ശീലം അനുസരിച്ച് മീനിനെ നോക്കാൻ അവൾ ഇങ്ങോട്ട് വരാതിരിക്കില്ല. പെട്ടെന്ന് വാടി, ഞാൻ വെയിറ്റിംഗാ. നല്ല സൂപ്പർ വീട്. ഹലോ. ആഹാ, കൊള്ളാം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മാഡം ആണോ ഇത്? ആ മാഡം, ഒരു കോഫി എടുക്കട്ടെ. ഉച്ചക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ഹലോ, എന്താ മിണ്ടാത്തേ? ഹലോ. ഹലോ, ഇവിടുന്ന് നോക്ക്. ഹലോ മാഡം. മാഡം, ഹലോ. ഏയ്, ഹലോ. ഫിഷ് ബൗളിൽ തലയിട്ടോണ്ട് നീ എന്തെടുക്കായിരുന്നു? അത് തള്ളിയിട്ട് പൊട്ടിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ. ഡി, ആ ഫിഷ് ബൗളിൽ തലയിട്ടോണ്ട് നീ എന്തെടുക്കായിരുന്നു? അത് തള്ളിയിട്ട് പൊട്ടിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ. അയ്യോ മാഡം, ഞാൻ വായടക്കടി. നീ പറയാൻ പോകുന്നത് എന്താന്നൊക്കെ എനിക്കറിയാം. അറിയാതെ പറ്റിപ്പോയതാ, മനഃപൂർവ്വമല്ല. ഇതൊക്കെയല്ലേ? ഈ പ്രിയങ്ക ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞതല്ലേ ഉള്ളൂ. അവൾക്ക് ഈ ഫിഷിനോടുള്ള സെന്റിമെന്റൽ അറ്റാച്ച്മെന്റിനെ പറ്റി നിനക്ക് വല്ലതും അറിയണോ? അയ്യോ പാവം, ഈ കുഞ്ഞിന്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. അതെല്ലാം പോട്ടെ,
അഖിലേച്ചി ആദ്യമായിട്ട് ഇവിടെ കാലെടുത്ത് വെച്ചതല്ലേ, അതിപ്പോ നീ അപശകുനം ആക്കിയില്ലേ അസത്തെ? വിലാസിനെ, അതല്ല ചേച്ചി, ഇവള് മതി. കല്യാണി, ഒരിടത്ത് വന്നാ എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലേ നിനക്ക്? അഖിലേ, അത് കല്യാണിക്ക് അബദ്ധം പറ്റിയതായിരിക്കും. ഒരിക്കലും അറിഞ്ഞുകൊണ്ട് കല്യാണം എങ്ങനെ ചെയ്യില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. എന്ന് വെച്ച് ഇവളിതൊക്കെ ശ്രദ്ധിക്കണ്ടേ? കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. പ്രിയങ്കയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് കൂടെ കൊണ്ടുവന്നപ്പോ ഇതുപോലെ. അത് സാരമില്ല മാഡം, അബദ്ധം പറ്റിയതല്ലേ, കളഞ്ഞേക്ക്. അതെ മാഡം, കളഞ്ഞേക്ക്. നല്ലൊരു ദിവസമായിട്ട് വെറുതെ നമ്മുടെ സന്തോഷം ഇല്ലാതാക്കണ്ട. അതെ, ഇന്നൊരു നല്ല ദിവസമാണ്. ഞങ്ങൾ ഇന്ന് ഫാമിലി ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നതിന്റെ കാരണം തന്നെ അതാണ്. അഖിലേ, നിനക്ക് തന്നെ അത് പറയാം. ശരി, എന്നാൽ ഒഫീഷ്യലായിട്ട് തന്നെ ഞാനിതങ്ങ് പറയുക. തൃച്ചംബരം തറവാട്ടിൽ ഞങ്ങളുടെ മൂത്ത മരുമകളായി ആനന്ദിനെ വിവാഹം ചെയ്യാൻ പ്രിയങ്കയ്ക്ക് സമ്മതമാണോ? ഉത്തരം ഇപ്പൊ തന്നെ അറിയണം ഞങ്ങൾക്ക്. ദൈവമേ, ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. 100 വട്ടം സമ്മതം മാഡം, 100 വട്ടം സമ്മതം. അതെ, തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ എന്റെ മകള് ഭാഗ്യം ചെയ്തതാണെന്ന് പറയാൻ പറ്റൂ. ഞങ്ങൾക്ക് സമ്മതമാണ്. പ്രിയങ്ക ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാനില്ല. അഖില മാഡം ആജ്ഞാപിച്ച മതി. പ്രിയങ്ക അതനുസരിച്ചിരിക്കും. ആ മനസ്സിൽ ഇങ്ങനൊരിടം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അനുഗ്രഹിക്കണം. ഈ വരുന്ന 26-ാം തീയതി ആനന്ദിന്റെ പിറന്നാളാ. അന്ന് പ്രിയങ്ക തൃച്ചംബരത്തെത്തണം. ഓക്കെ? ഷുവർ, തീർച്ചയായും വരും. അതെ അതെ, ഒരു മിനിറ്റ്. ഇന്ന് എന്റെ ബ്രോയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. അപ്പൊ രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കണം പ്ലീസ്. എനിക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനാ. മേഡം വന്നേ, വാ ബ്രോ, വാ 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 വാ. ഒന്ന് അനങ്ങി നടക്ക്. രണ്ടുപേരും കൂടി അങ്ങോട്ട് നിൽക്ക്. ഒന്ന് ചേർന്ന് നിന്നേ, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. നിക്ക്. അതെ, പറയാനൊരു വലിയ വിശേഷമുണ്ട്. നീ വല്യഞ്ഞിന്റെ പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ? എന്നാ കാണണം. അഖിലമ്മയുടെ ആഗ്രഹിച്ചതുപോലെ തന്നെയാ. നല്ല രാജകുമാരിയെ പോലൊരു പെണ്ണാ. അയ്യോ അല്ല, രാജകുമാരി തന്നെയാ. ഇപ്പൊ രാജഭരണമായിരുന്നെങ്കിലേ അവരും ഒരു നാട്ടുരാജ്യത്തിന്റെ രാജാവായിരുന്നേരെന്ന് അച്ഛൻ പറഞ്ഞേ. അല്ല,
നീ എന്താ നോക്കണേന്ന് ഞാൻ പറയട്ടെ. നാളെ എന്റെ കല്യാണമല്ലേ, അതിനെക്കുറിച്ച് എന്താ ഒന്നും പറയാത്തെന്നല്ലേ? എനിക്കറിയാം ഞാൻ പോണ സങ്കടം കൊണ്ട് നീ വിതുമ്പി നിൽക്കാന്ന്. വിഷമിക്കണ്ടാട്ടോ, ഞാൻ വരും നിന്നെ കാണാൻ. കാരണം നിനക്ക് എന്നെയും എന്നെ നിനക്കും അറിയാവുന്നത് പോലെ ആർക്കാ പരസ്പരം അറിയാൻ പറ്റണേ? എനിക്കറിയാം. അതേടി, എനിക്കറിയാം നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന്. ഇന്ന് ആട്ടക്കാരി പ്രിയങ്കയുടെ വീട്ടിൽ വെച്ച് അവൾ അഖിലാണ്ടേശ്വരിയായിട്ട് കരുതുന്ന ആ മീനിനെ അവളുടെ മുമ്പില് ശ്വാസം മുട്ടിച്ച് കൊല്ലാനാ ഞാൻ നോക്കിയേ. അതിന്റെ പഴി നിന്റെ തലയിൽ കെട്ടിവെക്കാനും. പക്ഷെ നീ രക്ഷപ്പെട്ടു. ആ മീൻ ചത്തില്ല. ജയന്തി ആ നറുക്കെടുപ്പിൽ ജയിക്കൂന്നറിഞ്ഞപ്പോ നീ ബോധപൂർവം എഴുതിയിട്ടതല്ലേടി അവളുടെ പേര്. നീ ഒറ്റ ഒരുത്തി ആ പ്രിയങ്കയുടെ പേര് എഴുതിയിട്ടില്ലായിരുന്നെങ്കില് ഇന്ന് ജയന്തി ആയനെ തൃച്ചംബരത്തെ മൂത്ത മരുമകള്. ഏതായാലും എല്ലാവരും മനപ്പായസം കുടിച്ചവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഞാനിതാ നിന്നോട് പറയുന്നു, ആനന്ദും പ്രിയങ്കയും തമ്മിലുള്ള ഈ വിവാഹം നടക്കില്ല. നടത്തില്ല ഈ വിലാസിനി. അതിനുള്ള മരുന്നൊക്കെ പണ്ടേ എന്റെ കയ്യിൽ സ്റ്റോക്കാ. പക്ഷേ നിന്റെ വിവാഹം നടക്കും. നടക്കണം, നടന്നേ പറ്റൂ. നീ ഈ തൃച്ചംബരത്ത് നിന്ന് എന്നേക്കുമായി പോവുകയാണ് എന്റെ ആവശ്യം. നാളെ സൂര്യാസ്തമനത്തിന് ശേഷം കല്യാണി എന്ന അപശകുനം ഈ തൃച്ചംബരത്തുണ്ടാകരുത് ഒരിക്കലും. കാരണം ഒരുപക്ഷെ രാജീവ് സമ്മതിച്ച് നീ പാചകക്കാരിയായി തുടരാൻ വന്നാലും അഖിലേച്ചി അത് സമ്മതിക്കില്ല. ഓർമ്മയുണ്ടല്ലോ അഖിലേച്ചി നിന്നോട് പറഞ്ഞത്. ഇനി മുതൽ ഈ തൃച്ചംബരത്ത് പാചകക്കാരിയായിട്ട് നിനക്ക് സ്ഥാനമുണ്ടായിരിക്കുന്നതല്ല. എന്നെ ജോലിന്ന് പറഞ്ഞു വിടരുത്. എനിക്ക് പോകാൻ വലിയ പ്രയാസം. ഞാൻ മരിച്ചു പോവും. നോ, ആരും ഇത് കാരണം മരിക്കാനൊന്നും പോകുന്നില്ല. ഇതെന്റെ തീരുമാനം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ തീരുമാനം. നീ ഇനി തൃച്ചംബരത്ത് ഇല്ല. നിന്നെ ഇവിടെ നിർത്തില്ല. കാരണം ആണിനെ മയക്കാൻ ശേഷിയുള്ള പെണ്ണിനെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്കും ഭയോ. അപ്പോ അഡ്വാൻസ് ആയിട്ട് എന്റെ കല്യാണ ആശംസകൾ. ആ, നീ പോയി കഴിഞ്ഞാ പിന്നെ നിന്റെ ഈ ചെടിയുണ്ടല്ലോ, ഈ പ്രാന്തന്മാര് ചെവിയിൽ വെക്കുമെന്ന് പറയുന്ന ചെമ്പരത്തി, ഇതിന്റെ ചുവട്ടില് ഞാനൊരു 2 തുള്ളി രസം അങ്ങ് ഒഴിക്കും. രസം എന്ന് പറഞ്ഞാലേ മെർക്കുറി. അതോടെ പട്ടു പോകുമ്പോ ഇതിന്റെ ശല്യവും തീരും. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിലേ അവസാനമായി കുറച്ചുകൂടെ നീ അതിനോട് പോയി വർത്താനം പറഞ്ഞു. നിനക്കും ഈ ചെമ്പരത്തിക്കും ഇനി 2 പകലേ ഉള്ളൂ. 2 പകൽ.
ദേവി, മഹാമായെ, നിന്നെ തേടി വരുന്നവരൊക്കെ പണവും മംഗല്യഭാഗ്യവും നല്ല ജീവിതവും ഒക്കെ കൊതിച്ചു വരുന്നവരാണെന്ന് കല്യാണിക്കറിയാം. എനിക്കതൊന്നും വേണ്ട. എന്റെ ഉള്ളില് ഒരാഗ്രഹേ ഉള്ളൂ. ഈ ജീവിതം മുഴുവൻ തൃച്ചംബരത്ത് പാചകക്കാരിയായി കഴിയണം. മനസ്സുരുകി വിളിച്ച എല്ലാം സാധിച്ചു തരുന്ന ദേവിയല്ലേ. കല്യാണി മനസ്സുരുകി പ്രാർത്ഥിക്കുക. എനിക്ക് ആ വീട് വിട്ട് ഒരിടത്തും പോകണ്ട. കല്യാണിയുടെ ലോകം മുഴുവൻ ആ വീടും അവിടെയുള്ളവരുവാ. അവിടെയുള്ളവരെ സേവിച്ച് ഞാൻ ഈ ജീവിതം തീർത്തോളാം. ദേവി, ആ വീട് വിട്ട് എന്നെ അകറ്റല്ലേ. എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യല്ലോ. പാവം കുറച്ചേരായിട്ട് ദേവിയോട് സങ്കടം പറയാ. മോളെ, നീ എന്തിനു വേണ്ടിയിട്ടാ കരഞ്ഞു പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയത്തില്ല. പ്രാർത്ഥിച്ച ഫലം ഉറപ്പാ. നീ കരഞ്ഞു പ്രാർത്ഥിച്ചത് ദേവി നടത്തി തരുവോ ഇല്ലയോന്നറിയാൻ ഒരു വഴിയുണ്ട്. അതെങ്ങനെയാ മോളെ? ദാ അവിടെ ഗണപതിയുടെ ഒരു ചെറിയ വിഗ്രഹം കിട്ടും. അത് വാഴയിലയിൽ വച്ചിട്ട് കണ്ണുകൾ അടച്ചു പിടിച്ച് പൂവ് വിഗ്രഹത്തിലേക്ക് ഇടണം. അങ്ങനെ പൂക്കൾ അർപ്പിക്കുമ്പോൾ ഒരു പൂവിതള് പോലും ഇലയിൽ നിന്നും താഴേക്ക് വീഴുന്നില്ലെങ്കിൽ മോൾ ആഗ്രഹിച്ചത് ദേവി നടത്തിത്തരും. മറിച്ചാണെങ്കിൽ ദേവി കരുണ കാട്ടില്ലെന്നർത്ഥം. മോള് പോയി ചെയ്തു നോക്കൂ. പക്ഷേ സന്ധ്യ ആവാറായില്ലേ? മോളെ, ദേവിക്ക് സന്ധ്യയും രാത്രിയൊന്നും ഒരു പ്രശ്നമില്ല. മോള് പോയി ചെയ്യ്. ചേട്ടാ, ഗണപതിയുടെ ചെറിയ വിഗ്രഹം ഉണ്ടാവോ? ആ ഉണ്ടല്ലോ. എത്ര വലിപ്പമുള്ളതാ വേണ്ടേ? ചെറുത് മതി. അല്ല, എന്താവശ്യത്തിനാ? അത് പൂജയുടെ ആവശ്യത്തിനാ. എത്ര രൂപയാ? 30 രൂപ.